ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇഞ്ചി മുളച്ചതാണ് കാണിക്കുന്നത് കണ്ടത്. അപ്പോൾ ഇഞ്ചി ഇങ്ങനെ മുളയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്തതെന്നാണ്. ഇത് നമുക്ക് കൃഷിഭവനിൽ ഫ്രീ ആയിട്ട് കിട്ടിയ ഇഞ്ചിയാണ് കണ്ടത്. നമ്മൾ പേപ്പർ ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ ഇഞ്ചി ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇങ്ങനത്തെ പേപ്പറിൽ നമ്മൾ പൊതിഞ്ഞ് വെച്ചു. എന്നിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടിയിൽ പോലെ പൊതിഞ്ഞ് ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും എന്ത് ഇതുപോലെ മുള വന്നു കണ്ടപ്പോൾ നല്ല ഉഷാറുള്ള ഇഞ്ചികളൊക്കെ ഇങ്ങനെ മുള വന്നു. അപ്പോൾ ഈ മഴ കുറേശ്ശെ നമുക്ക് ചാരി തുടങ്ങിയില്ല. അപ്പോൾ മണ്ണൊക്കെ ചെറുതായിട്ട് ഒരു നനവുണ്ട് കണ്ട, മണ്ണൊക്കെ ഇത്തിരി നനവുണ്ട്. അപ്പോൾ നമുക്ക് കുഴിച്ചിടാൻ പറ്റിയ സമയമാണിപ്പോൾ. ഇഞ്ചി, ചേന, ചേമ്പൊക്കെ. അപ്പോൾ ഇഞ്ചി ഏറ്റവും എളുപ്പത്തിൽ കുഴിച്ചിടാൻ പറ്റിയൊരു സാധനം കേട്ടോ ഇഞ്ചിയൊക്കെ. എത്രയും വേഗം ഒരു മടിയും കൂടാണ്ട് നമുക്ക് കുഴിച്ചിടാൻ പറ്റും. വെറുതെ 2 കള കളിച്ച് വെക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഞാനിത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് നമ്മുടെ ഗ്രോ ബാഗിലെ ഇഞ്ചിയാണ് കണ്ട. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റിൻ്റെ ഉള്ള ഗ്രോ ബാഗിൽ എങ്ങനെ ഇഞ്ചി നടാന്നുള്ളത് കണ്ടോ. അത് നട്ടിട്ട് വേണമെങ്കിൽ ഒരു 2 മാസം ആവണുള്ളൂ. ഇത്രയും ഇലകളെ ഇന്ന് വന്നു കണ്ടോ, നട്ടിട്ട് വേണം. അതുപോലെ ഇത് അന്ന് പുതിയത് വെച്ചതാണ് അത് കണ്ടോ. അപ്പോൾ എത്ര എളുപ്പത്തിൽ നമുക്ക് ഗ്രോ ബാഗിൽ വളർത്താനുള്ളത് കാണിക്കുന്നുണ്ട്. ഇത് മണ്ണിൽ നമ്മൾ എങ്ങനെ വളർത്താമെന്ന് ഒന്നുകൂടി കാണിക്കുകയാണ്. അത് മണ്ണിൽ നമുക്ക് ഗ്രോ ബാഗിലും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഞ്ചി നടാനായിട്ട് നമ്മൾ തണലുള്ള സ്ഥലമാണ് തിരഞ്ഞെടുക്കണേ. കാരണം ഇഞ്ചിക്ക് വെയിൽ വേണ്ടല്ലോ. പിന്നെ നല്ലതേ നോക്കിയാൽ മഴ പെയ്ത് നല്ല ഒലർന്നു മണ്ണ് കണ്ട. 2 ചീരത്തൈ ഉണ്ട് കണ്ട. അപ്പോൾ അതവിടെ നോക്കട്ടെ. ഇതിങ്ങനെ ഇങ്ങനെ ഏറ്റവും എളുപ്പമാകണ്ട, എന്തൊട്ട് പണിയല്ല. ഇതിങ്ങനെ കോരിയിട്ടിട്ട് ഇങ്ങനെ കോരിയിട്ട് ചാലാക്കുക ഇഞ്ചിക്ക്. ഇനി ഇതിലേക്ക് നമ്മളിങ്ങനെ ചാല് കോരിയുണ്ടല്ലോ, ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ച് കൂട്ടിയിട്ടിട്ട ചമ്മലി ഉണ്ടല്ലോ, ഇതുപോലത്തെ കരിയിലകൾ ഇതിലിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നോക്കി ഈ ചാല് മുഴുവൻ നമ്മൾ ചപ്പുകൊണ്ട് നിറച്ചു. ഇനി നമ്മൾ ഇതിന് ഇട്ട് കൊടുക്കേണ്ടത് കോഴിക്കോ ചാണകോ എന്താ വെച്ചാൽ അതിങ്ങനെ ഇട്ട് കൊടുക്കും അല്ലോ. പിന്നെ നിങ്ങളിനി ഒരു വളവും ചെയ്യണ്ട കേട്ടോ. ഇഞ്ചിക്ക് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഒരു വളം നിങ്ങൾ ചെയ്ത് കൊടുക്കണ്ട. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അസലായിട്ട് വേരോടി ഇഞ്ചി ഓടി കളിച്ചുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചാണകം ഇട്ട് കൊടുത്തു കണ്ടോ, ഇങ്ങനെ ചാണകം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേറെ ഒരു വളം ഇതിന് ചെയ്യണ്ട. ചാണകമോ ആട്ടുംകാട്ടോ അല്ലെങ്കിൽ കോഴിവളം എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് വെച്ചാൽ മതി. ഇതിങ്ങനെ ഒരു തല വെച്ചു, ഒരു മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ഇഞ്ചിയുടെ പരിപാടി കഴിഞ്ഞു കണ്ടോ. ഇത്ര എളുപ്പമാണ് ഇഞ്ചി നടാനായിട്ട്. ഇനി നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ ഒന്നുകൂടി ചപ്പുണ്ടെങ്കിൽ അത് കയറ്റിയിട്ട് കൊടുക്കുക. പിന്നെ മണ്ണ് കയറ്റിയിട്ട് കൊടുക്കുക. മഴക്കാലം വരുമ്പോൾ മണ്ണ് കയറ്റിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും സ്മൂത്തായിട്ടാണ് നമുക്ക് ഇഞ്ചി നടാനായിട്ട് പറ്റുക കണ്ട. അപ്പോൾ നമ്മുടെ ഇഞ്ചി മുഴുവൻ കുഴിച്ചതിൽ കഴിഞ്ഞു. മണ്ണ് കുറവുള്ളോട്ട് നമ്മൾ കയറ്റിയിട്ടു കണ്ട്. ഇത്രയുള്ള ഇഞ്ചി കുഴിച്ചിടാം. എത്ര സിമ്പിളാണ് നോക്കി കണ്ട്. ഇത്തിരി ചപ്പ് ചവറുണ്ടെങ്കിൽ ഇത് സ്വല്പം വളം എന്തെങ്കിലും ഒരു വളം ഇട്ടോ കണ്ടോ കഴിഞ്ഞു. നോക്കി നമ്മുടെ ഇഞ്ചി എത്ര ദൂരം നട്ടു നോക്കി കണ്ടോ. ഇതാണ് നമ്മുടെ ഇഞ്ചി നടണ പരിപാടി കണ്ടോ. ഇതൊക്കെ നമ്മുടെ ഇഞ്ചി നടല് കഴിഞ്ഞു. ഒപ്പാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ മുളച്ച് വന്നോളും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ ട്ടാ.